സ്നേഹം ഒരു യാത്ര പോകുന്നത് പോലെയായിട്ട് തോന്നാറുണ്ട്. നമ്മൾ നമ്മളിൽ നിറങ്ങി മറ്റൊരാളുടെ ജീവിതത്തിലൂടെ നടത്തുന്ന ഒരു യാത്ര. അവിടുത്തെ വീഴ്ചകൾ, തകർച്ചകൾ, തളർച്ചകൾ ഒക്കെ കണ്ട് കണ്ട് അങ്ങനെ അയാളോടൊപ്പം ചേരുന്ന ആ ഒരു യാത്രയ്ക്ക് നമുക്കൊന്ന് ഒരുങ്ങാം. വളരെ ഇൻട്രോവേർട്ടായ ആളുകളുണ്ട്. അവർക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും അഡ്വൈസ് ചെയ്യാനും ഒന്നും പറ്റിയെന്ന് വരില്ല. ഇങ്ങനെയുള്ളവർ എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കും? നമ്മൾ മറ്റുള്ളവരോട് നല്ല വാക്കുകൾ സംസാരിക്കുന്നതിലും അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലുമൊക്കെ തീർച്ചയായിട്ടും സ്നേഹമുണ്ട്. പക്ഷേ അങ്ങനെ പറയുന്ന വാക്കുകളിലും പ്രവൃത്തികളിലും മാത്രമാണ് സ്നേഹം. അങ്ങനെ ഒരുപാട് സംസാരിക്കാത്തവർക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം സ്നേഹത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം എനിക്ക് തോന്നുന്നു കേൾക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അയാൾക്ക് ദുഃഖങ്ങളുണ്ട്. പക്ഷേ ഈ എല്ലാ മനുഷ്യർക്കും അവരുടെ ദുഃഖങ്ങളുടെ, പ്രശ്നങ്ങളുടെ പ്രതിവിധി എന്താണെന്നറിയാം, അല്ലെങ്കിൽ ഇതിനൊരു പ്രതിവിധി ഇല്ല എന്നവർക്കറിയാം, അല്ലേ? ഒരു മകൻ മരിച്ചുപോയ അമ്മയുടെ ദുഃഖത്തിന് എന്ത് പ്രതിവിധിയാണ്? ആ ദുഃഖം പറയുന്നവർക്ക് അറിയാലോ അതിന് പ്രതിവിധി ഇല്ലെന്ന്. വലിയ സാമ്പത്തിക തകർച്ചയാണ്, കടബാധ്യതയാണെങ്കിൽ അതിൻ്റെ പ്രതിവിധി അത്രത്തോളം കാശ് കയ്യിൽ വരണം. പക്ഷെ കാശില്ലാത്ത, സഹായിക്കാൻ സാമ്പത്തികമായിട്ട് കഴിയാത്ത നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ അവർക്കറിയാമല്ലോ ഈ സംസാരം കൊണ്ടൊരു പരിഹാരമില്ലെന്ന്. എന്നിട്ടും അവർ സങ്കടം പറയുന്നത് എന്താണ്? അവരുടെ ഉള്ളിലിരുന്ന് വിങ്ങുന്ന കാര്യം അവർക്ക് പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ ഒരാൾ വേണം. ആ കേൾവി ഒരു സ്നേഹമാണ്, ലിസണിങ്. നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മൾ എടുത്തു ചാടി അവരുടെ വിഷയങ്ങളിലേക്ക് ചെന്ന് വീഴുകയും ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുകയും അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥനകൾ ഓൺ ദ സ്പോട്ട് പ്രാർത്ഥിച്ച് അവർ പറയാൻ പോലും സമ്മതിക്കാതെ ഉടനെ മനസ്സിലാക്കി, അല്ലേ? ഇനിയിപ്പം ഈ കൗൺസിലിങ്ങിലൊക്കെ സംഭവിക്കുന്ന പ്രശ്നങ്ങളും അതാണ്. ദുഃഖമായിട്ട് വരുമ്പോൾ, ഒരാൾ ദുഃഖം പറഞ്ഞു തുടങ്ങുമ്പോൾ കൗൺസിലർ പ്രാർത്ഥിച്ച് അയലത്തെ വീട്ടിലുള്ള ആളിൻ്റെ വേറെ സങ്കടം ഇവരോട് പറയുന്നു. അവിടെ ഇങ്ങനല്ലേ, ഇവിടെ അങ്ങനല്ലേ, വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനല്ലേ. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ നമ്മളെന്തോ കൗൺസിലിംഗ് കൊടുത്തു എന്നൊക്കെ തോന്നുന്നു. പക്ഷേ അവർക്ക് പറയാനുള്ള കാര്യം പറഞ്ഞവരുടെ ഹൃദയം ഒഴിഞ്ഞിട്ടില്ല. എല്ലാവർക്കും ആവശ്യമായിരിക്കുന്നത് കേട്ടിരിക്കാൻ ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം കൗൺസിലിങ്ങുകൾ ഉണ്ടാകുന്നത്. വീട്ടിൽ ഒരാൾ കേട്ടിരിക്കാൻ ഇല്ലാത്തത് കൊണ്ടാകാം പള്ളിയിലും ധ്യാനങ്ങളിലും ഒക്കെ ഈ കൗൺസിലിംഗ് വർദ്ധിച്ചു വരുന്നത്. അതിനകത്ത് ആ കേൾവി എന്നൊരു സ്നേഹം നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ഓർമ്മയിലുള്ളത്, ഞങ്ങൾ ഈ അച്ഛനാകാൻ പഠിക്കുന്നതിൽ ഒരു വർഷം തമിഴ്നാട്ടിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ തമിഴ് ബ്രദേഴ്സും ഞങ്ങൾ കുറച്ച് മലയാളി ബ്രദേഴ്സും ഒക്കെ. ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഞങ്ങളെ റെക്ടർ അച്ഛൻ അവിടുത്തെ ഒരു കോളനിയിൽ അവിടുത്തെ ആൾക്കാരോട് സംസാരിക്കാൻ, കൗൺസിലിംഗ് കൊടുക്കാനെന്നും പറഞ്ഞു വിട്ടു. ഇപ്പോൾ പ്രശ്നം, എനിക്ക് ഈ തമിഴ് അല്പം പോലും അറിയാൻ പാടില്ല. അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിച്ചില്ല, പോകാൻ പറഞ്ഞു. അവിടെ ചെല്ലുമ്പം ഒരു വീട്ടിൽ എന്ന് പറഞ്ഞാൽ, ഒരു വീടെന്ന് പറഞ്ഞാൽ ഓല കൊണ്ടുള്ളൊരു പെരയാണ്. അതിൽ 5-6 പേര് താമസിക്കുന്നുണ്ട്. ആ ഒരു വീട്ടിലേക്ക് ഒരു മലയാളി ബ്രദറായ ഞാൻ കയറി ചെല്ലും. അപ്പുറത്തെ വീട്, അതായത് അപ്പുറത്തെ ഓലപ്പുരയിൽ വേറൊരു തമിഴ് ബ്രദർ. അപ്പം എനിക്ക് ഇവർ പറയുന്ന സങ്കടങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാതിരിക്കുകയാണ്. അപ്പുറത്താണെങ്കിൽ ഇടിവെട്ട് കൗൺസിലിംഗ് എന്ന് വേണേൽ പറയാം. എന്താണ്? തിരിച്ചുപദേശിക്കുന്നു, ബൈബിള് തുറന്ന് വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്ന കണക്കാ. ഇവിടെ ആണെങ്കിൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഇടയ്ക്ക് എനിക്ക് അറിയാവുന്ന 1-2 വാക്കുകൾ പറയും. എന്താണ്? ആമ അപ്പടിയാ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർ വലിയ വലിയ സങ്കടങ്ങൾ പറയുന്നു. പറഞ്ഞ് കരയുമ്പോൾ നമുക്ക് മനസ്സിലാകും സങ്കടമാണെന്ന്. ഒരു പോസ് കിട്ടുമ്പോൾ നമ്മൾ പറയും ആമ അപ്പടിയ, ഇത്രേ ഉള്ളൂ. ഈ ആമ അപ്പടിയ ഒന്നും മനസ്സിലാകാതെ ഇത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പം, തിരിച്ചു പോകുമ്പം അപ്പുറത്തെ മുറിയിലിരുന്ന് കൗൺസിലിംഗ് കൊടുത്ത തമിഴ് ബ്രദർ എന്നോട് ചോദിക്കും, നീ അവിടെ കൗൺസിലിംഗ് കൊടുത്ത വിഷയം എന്താണെന്ന് പോലും മനസ്സിലായോ? ഞാൻ പറയും ഇല്ല. അവരുടെ അപ്പം ഈ ബ്രദർ അവിടുത്തെ പ്രശ്നവും കേട്ടത് പോരാൻ ഇപ്പുറത്തെ പ്രശ്നവും കൂടെ കേട്ടതിൻ്റെ കാര്യമാണ് പറയുന്നത്. അവിടുത്തെ മൂത്ത മകനെ
ഏതോ തീവ്രവാദികളെ പിടിച്ചുകൊണ്ടുപോയി. അവനിനി അവിടെ സ്ഥിരം അങ്ങനെ സംഭവിക്കാറുണ്ട്, ഈ തമിഴ് പുലികൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ആ സമയത്ത് ആ മൂത്ത മകൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നീ പറഞ്ഞത് ആമ അപ്പടിയ. ഇത് കേട്ട് ഞാനും ആകെ വിഷമിച്ച്. കാരണം നമുക്ക് പറയാനൊന്നുമില്ല, ആശ്വസിപ്പിക്കാനൊന്നുമില്ല. ഞാൻ അച്ഛൻ്റെ അടുത്ത് പിന്നെയും പറയും, റെക്ടർ അച്ഛൻ്റെ അടുത്ത്, ഞങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കണേ, പ്രത്യേകിച്ച് എന്നെ. ഒട്ടും തമിഴ്, ബാക്കി ചില മലയാളി ബ്രദേഴ്സൊക്കെ തമിഴൊക്കെ ഒപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷേ നിർബന്ധിതമായിട്ട് ഇങ്ങനെ കൗൺസിലിംഗ് നടന്നു, തമിഴ് ബ്രദേഴ്സിൻ്റെ ഇടിവെട്ട് കൗൺസിലിംഗ്. ഞാനും എന്നെപ്പോലുള്ള ഒട്ടും തമിഴറിയാത്ത മലയാളികളുടെ ആമ അപ്പടിയ കൗൺസിലിംഗ്. ഇതെല്ലാം തീർന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ റെക്ടർ അച്ഛൻ ഇതൊക്കെ തീർന്നപ്പോൾ ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞു, നിങ്ങളൊക്കെ പോയി കൗൺസിലിംഗ് കൊടുക്കുന്നത് കൊണ്ട് അവർക്കൊക്കെ വലിയ സന്തോഷമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, പലരും പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ മലയാളി ബ്രദേഴ്സിനെ വിടണേന്ന്. അപ്പോഴാണ് അതിൻ്റെ സീക്രട്ട് മനസ്സിലായത്. ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെന്നും അല്ലെങ്കിൽ എന്താണ് പരിഹാരമെന്നും അവർക്കറിയാം. പക്ഷെ അവർക്ക് ആവശ്യമായിരുന്നത് ആമ അപ്പടിയ എന്ന് മാത്രം പറഞ്ഞ് കേട്ടിരിക്കാൻ മനസ്സുള്ള സമയമുള്ള ഒരാളെയാണ്. പറഞ്ഞ് ഹൃദയമൊഴിക്കാൻ അവർക്ക് വേണമായിരുന്നു ഒരാൾ. ഈ ഒരു സ്നേഹം നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് പ്രശ്നം എന്താണ്? ഇങ്ങനെ കേൾക്കാൻ മനസ്സില്ല. ഒരുപക്ഷെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ജോലി സ്ഥലത്ത് വല്ലാതെ ഇൻസൾട്ടായി മറ്റു ജോലിക്കാരുടെയൊക്കെ മുമ്പിൽ വെച്ച്. അപ്പം കൂട്ടുകാരൊക്കെ ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ലെന്ന് പറഞ്ഞെങ്കിലും ഉള്ളിൽ ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ വന്നെന്ന് ഭാര്യയോട് പറയണം, അല്ലെങ്കിൽ ഭാര്യയാണ് ജോലിക്ക് പോയെങ്കിൽ തിരിച്ചു വന്ന് ഭർത്താവിനോട് പറയണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ വന്ന് ഇന്നൊരു ഓഫീസിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയാൻ തുടങ്ങിയപ്പോഴേ അപ്പുറം തുടങ്ങി. ആ ഓഫീസിലെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. പിന്നെ അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും പതുക്കെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്തു. വീട്ടിലെ 100 കൂട്ടം കാര്യങ്ങൾ വേറെ പറഞ്ഞു. ഈ പറയാൻ വന്ന കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തിൽ കുഴിച്ചു മൂടി. അങ്ങനെ കുഴിച്ചു മൂടി ഹൃദയത്തിൽ അടുങ്ങിക്കൂടി കിടക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് ബന്ധത്തകർച്ചയിലേക്ക് പോലും വരുന്നത്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് എന്നുള്ള ക്യാരക്ടർ വ്യത്യാസം കൊണ്ട് സ്നേഹമില്ലാതാകത്തില്ല. ഏത് ക്യാരക്ടറായാലും നമ്മൾ കേൾക്കാനുള്ളൊരു മനസ്സ്, ശാന്തമായിരിക്കാൻ, അവരുടെ ഹൃദയം ഒന്ന് പറഞ്ഞൊഴിക്കാനുള്ള ഒരു ഹൃദയവുമായിട്ട് അവരുടെ മുമ്പിൽ ഇരിക്കുക. ഒരു കാത് നഷ്ടപ്പെട്ടാൽ സ്നേഹം നഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നിങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് നാവുണ്ടാവും, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു കാതുണ്ടോ? നിങ്ങളാണോ ആ കാത്? അങ്ങനാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആളായി രൂപപ്പെടും. നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്ന് സാധാരണയായി പറയുന്നു. എന്താണ് ഈ മനസ്സിലാക്കൽ എന്ന് പറഞ്ഞാൽ? ഈ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരു നിർണായകമായ കാര്യമാണ്. മറ്റുള്ളവരെ അവരുടേതായ പശ്ചാത്തലത്തിൽ നിന്ന് കാണാൻ കഴിയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആദ്യത്തെ തലം. നമ്മൾ ഈ സ്നേഹത്തിൻ്റെ ഒരു ടോക്സിക് ബിഹേവിയറെ കുറിച്ചൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും വർദ്ധിച്ചു വരുന്നു. അതിനോട് എത്രമാത്രം മറ്റുള്ളവർക്ക് സഹകരിക്കാൻ പറ്റില്ല എന്നുള്ളതൊന്നും അവരുടെ പശ്ചാത്തലത്തിന് മനസ്സിലാക്കാതെ അതൊരുപാട് പ്രശ്നങ്ങളിലേക്ക് വരും. നമ്മൾ പറയുന്നത് സ്റ്റെപ്പ് ഇൻ ടു അതേഴ്സ് ഷൂസ് എന്ന് പറയും. അവരുടെ പാതകം ധരിച്ച് അവർ നിൽക്കുന്ന ഇടത്തു നിന്ന് നോക്കുമ്പോൾ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെയാണ് മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുക. അതാണ് ഈ മനസ്സിലാക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ ലോജിക്കലി കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല. നമ്മൾ അവരുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് കാണുമ്പോൾ, ഇപ്പോൾ ഒരുപാട് ജോലി ചെയ്യുന്ന ഒരാൾ, അയാളുടെ ജോലി തിരക്കുകൾ ഇല്ലേ, ഇപ്പോൾ ഒരു ഭാര്യ വിചാരിക്കുകയാണ് ഭർത്താവ് എപ്പോൾ വിളിച്ചാലും കിട്ടണം. പക്ഷെ ഭർത്താവ് ജോലി തിരക്കിലാണ്, ആ ജോലി സ്ഥലത്ത് നിന്ന് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. പറ്റുമ്പോഴൊക്കെ അദ്ദേഹം വിളിക്കുന്നുണ്ടാകാം.
പക്ഷെ പറ്റാത്തപ്പോൾ അതിൻ്റെ പേരിൽ കലഹം ഉണ്ടാകുന്നു. ഞാൻ മറ്റുള്ളവരുടെ സാഹചര്യങ്ങളും പശ്ചാത്തലവും മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മളെ ശാന്തമാക്കി നിർത്തുക, സ്വസ്ഥതയും സമാധാനവും നൽകുക എന്നുള്ളതാണ് ഈ മനസ്സിലാക്കുന്നതിലൂടെ ഉരുത്തിരിയുന്നൊരു സ്നേഹം. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്ക്, നമ്മളോട് സഹകരിക്കുന്നവർക്ക് സന്തോഷവും സമാധാനവും നൽകുക എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷവും സമാധാനവും മറ്റൊരാൾക്ക് നൽകണമെങ്കിൽ ചില സമയത്ത് അവരെ മനസ്സിലാക്കി, അവരുടെ സാഹചര്യം മനസ്സിലാക്കി എനിക്കുള്ള സന്തോഷത്തിൽ നിന്ന് ഒരുപടി പിന്നോട്ട് പോകാമെന്ന് കരുതുമ്പോഴാണ്. അല്ലേ? എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാത്രം ചിന്തിച്ചാൽ മറ്റൊരാൾക്ക് നൽകണം എന്ന് സാധിക്കത്തില്ല, നൽകാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. അവരുടെ സാഹചര്യം മനസ്സിലാക്കി ഞാൻ അതിനോട് സഹകരിക്കുന്നു, അതിനാണ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ. ഇനി അതിനെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ചിന്തിക്കാനുണ്ട്. ഇപ്പം അവരുടെ ജീവിത പശ്ചാത്തലങ്ങൾ മാത്രമല്ല, അവരുടെ കഴിഞ്ഞ കാലങ്ങൾ കൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞാലോ, ഒരാൾ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നു, നമ്മളതിനെ പ്രായോഗികമായി അല്ലെങ്കിൽ ലോജിക്കലി ചിന്തിക്കുമ്പം പ്രതികരിക്കാൻ ഒരുപാട് കാര്യമുണ്ട്. കാരണം ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ലാതിരിക്കെ ഒരാൾ എന്നോട് ഇത്ര മോശമായി പെരുമാറുന്നത് എന്തിന്, ഇത്ര ദേഷ്യത്തോടെ പെരുമാറുന്നത് എന്തിന്? നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഞാൻ ഇയാൾക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ട് എന്നെ ഇപ്പം കണ്ടപ്പോൾ, അല്ലേ, കഴിഞ്ഞ 2 മാസമായിട്ട് കണ്ടിട്ട് പോലുമില്ല, എന്നെ കണ്ടപ്പോൾ ഇയാൾ എന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യപ്പെട്ടത്, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഇൻസൾട്ട് ചെയ്തത് എന്തിനാണ്? അപ്പോൾ നമുക്ക് 2 തീരുമാനങ്ങൾ എടുക്കാം. ഒന്ന്, ഒരു കാര്യവുമില്ലാതെ എന്നോട് ഇങ്ങനെ പെരുമാറണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പണി അയാൾക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ. കാരണം അതാണ് ന്യായം, അതയാൾ അർഹിക്കുന്നുണ്ട്. എനിക്കും എൻ്റെ ചുറ്റുപാട് നിൽക്കുന്നവർക്കെല്ലാം അറിയാം, ഒരു കാര്യമില്ലാതാണ് അയാൾ എന്നോട് ഇങ്ങനെ പെരുമാറിയത്, ഒരു കാര്യമില്ലാതാണ് അയാൾ എന്നെ ഇങ്ങനെ ചതിച്ചത്. അതേസമയം ഇതിനെ വേറൊരു കാര്യത്തിൽ ചിന്തിക്കാം, വേറൊരു തരത്തിൽ ചിന്തിക്കാം. ഒരു കാര്യവുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ ഒരാൾ എന്നോട് ഇങ്ങനെ മോശമായി പെരുമാറണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എനിക്കറിയാത്ത എന്തോ ഒരു കാര്യമുണ്ടാകാം. ആ കാര്യം കണ്ടെത്താനുള്ള മനസ്സാണ് മനസ്സിലാക്കാനുള്ള കഴിവ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബോയ്സ് ഹോമിൽ കുറച്ച് കുട്ടികളുണ്ട്, അതിനോട് ചേർന്നൊരു പള്ളിയുണ്ട്. ഈ കുട്ടികളിൽ പലരും മാതാപിതാക്കളുള്ള കുട്ടികൾ തന്നെയാണ്, ഒട്ടുമിക്കതും. ഈ കുട്ടികളെ ഇവിടെ നിർത്തി പഠിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകാൻ ആണ് നിർത്തിയിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരു പയ്യനുണ്ട്, അനാഥനായൊരു പയ്യൻ, മാതാപിതാക്കളില്ലാത്ത. അവനെ ഏതോ ലോറിക്കാർക്ക് കിട്ടിയിട്ട് ഈ ബോയ്സ് ഹോമിൽ കൊണ്ട് കൊടുത്തിട്ട് പോയതാണ്. അവനും ഇവിടെ വളരുന്നുണ്ട്. ഒരു ദിവസം ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് അച്ഛനും പാട്ടുകാരൊക്കെ വരുമ്പോൾ കാണുന്നത് ഈ മൈക്കിന്റെ കേബിളെല്ലാം ഇവൻ കത്തി കൊണ്ട് മുറിച്ചവിടെ ഇട്ടേക്കുന്നു. അവനെ മാറ്റി നിർത്തി വഴക്ക് പറയാനും ചോദ്യം ചെയ്യാനും തുടങ്ങി. അവൻ എന്തിനാണ് ഈ പണി കാണിച്ചത്? അവനതിന് ഉത്തരവില്ല. അവനെ ആരെങ്കിലും തല്ലിയോ? ഇല്ല. എന്തെങ്കിലും പ്രശ്നം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ടും ഇവൻ എന്തിനിങ്ങനെ കാണിച്ചു? ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ഇവൻ കാണിക്കണമെങ്കിൽ അത് അഹങ്കാരമാണ്, കുരുത്തക്കേടാണ്. ഇനി ഇവനിവിടെ നിർത്തിയിട്ട് കാര്യമില്ല, അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? നടപടിയെടുക്കണം. ഇങ്ങനെ പലതും ചിന്തിക്കാം. അപ്പം വേറൊന്ന് മാറി ചിന്തിച്ചാൽ, കൂടുതൽ അന്വേഷിച്ചു വന്നപ്പോൾ മനസ്സിലാകുന്നത് ഇവനെ ആരും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവൻ്റെ മാതാപിതാക്കൾ മുട്ടായൊക്കെ ആയിട്ട് വന്ന് ഈ ബർത്ത്ഡേയൊക്കെ ആഘോഷിച്ചു. ആ പയ്യൻ എല്ലാവർക്കും മുട്ടായി കൊണ്ട് കൊടുത്ത്, മമ്മി തന്ന മുട്ടായി എല്ലാവരും മധുരത്തോടെ കഴിച്ചു. ഇവനും അത് കഴിച്ചു. പക്ഷേ മധുരത്തോടൊപ്പം അവൻ്റെ മനസ്സിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന ഒരു കയ്പുണ്ട്. കാരണം ഈ അപ്പൻ അമ്മ എന്ന് പറയുന്നത് അവൻ മറ്റുള്ളവരിൽ മാത്രം കണ്ടിട്ടും കേട്ടിട്ടുമുള്ള കാര്യമാണ്. അവന് പോലും പേരിടാനാവാത്ത ഒരു വിഭ്രാന്തി അവൻ്റെ മനസ്സിൽ ആ നിമിഷം മുതൽ ഇങ്ങനെ പുകഞ്ഞു പൊള്ളി പുറത്തു വരുന്നുണ്ട്. രാവിലെ ഉറക്കം നഷ്ടപ്പെട്ട് ഉണർന്ന അവൻ ഓർത്തു പള്ളിയിൽ പോയിരുന്നാൽ സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ പള്ളിയിൽ പോയിരിക്കുമ്പോഴാണ് അവിടെ
പാട്ടിനും കുർബാനയ്ക്കുള്ള മൈക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഇനിയിപ്പോൾ അച്ഛൻ വന്ന് തുടങ്ങും പിതാവും പുത്രനും. ഈ പിതാവെന്നൊക്കെ പറയുന്നത് അവനുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണ്. പിന്നെ ആൾക്കാരൊക്കെ വരും സ്കൂട്ടറിലും കാറിലും ഒക്കെ, അപ്പനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട്. ഇതിലൊന്നും അവൻ ഉൾപ്പെടുന്നില്ല. ഒരു പ്രത്യേക നിമിഷത്തിൽ അവനൊരു ഭ്രാന്തമായിട്ട് തോന്നി അവൻ്റെ കലി തീർക്കാൻ ഈ കണ്ട 3 മൈക്കിൻ്റെ കേബിൾ മുറിച്ചത് അവൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റും. ഇങ്ങനെ മനസ്സിലാക്കുന്നത് സ്നേഹത്തിലേക്ക് നയിക്കും. ഒരാളെ അയാളുടെ ജീവിത ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കും, അല്ലേ? വിവാഹം കഴിച്ച് ജീവിക്കുന്ന അവർക്കിടയിൽ ഈ കൂടെ ജീവിക്കുന്ന ഒരാളുടെ ഭൂതകാലം അവർക്ക് അറിയില്ല, എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾ കുട്ടികളുടെ ഇടയിൽ എന്താണ്? എല്ലാവരും തമ്മിൽ സ്നേഹമാണ്, പക്ഷെ ചിലർ എന്തുകൊണ്ട് വളരെ വിചിത്രമായിട്ട് പെരുമാറുന്നു. നമുക്കറിയാത്തൊരു ശൈശവം അവർക്കുണ്ട്. അതൊക്കെ കണ്ടെത്താനുള്ളൊരു മനസ്സ്, അതാണ് സ്നേഹമെന്ന് പറയുന്നത്. അതാണ് ഈ ബൈബിളിലെ സമരിയക്കാർ ഉപമയിലൂടെ ഒക്കെ പറയുന്നത്. അയാളുടെ ഒറ്റപ്പെടൽ, അയാളുടെ ജീവിതത്തിൽ ഉടനീളം കണ്ടു പോകാനായിട്ട്. അതാണ് ഈശോ പറഞ്ഞത്. എന്താ? കുരിശിൽ കിടക്കുമ്പോൾ തന്നെ കുരിശിൽ തറയ്ക്കുന്നവരെ കുറിച്ച് ഈശോ പറഞ്ഞത് എന്താ? ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. സത്യത്തിൽ അവർക്ക് അറിയത്തില്ലേ അവരൊരു മനുഷ്യന്റെ പച്ച മാംസത്തിൽ ആണിയടിച്ചിറക്കുകയാണ്? അതവർക്കറിയാലോ. എന്നിട്ട് ഈശോ പറയുന്നത് എന്താ? ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ സൈക്കോളജിക്കലി കണ്ടീഷൻഡാണ്. ഇവർക്കിതേ അറിയാവൂ, മറ്റൊന്നറിയാൻ കഴിയാത്ത വിധം അവരുടെ ജീവിതം അങ്ങനെ മുരടിച്ചു പോയവരാണ്. ഈശോ അവരുടെ ഹൃദയത്തിലൂടെ അവരുടെ കഴിഞ്ഞ കാലത്തിലൂടെ ഒക്കെ പോയി കാണാൻ പറ്റുമ്പോൾ നമ്മളെ ദ്രോഹിക്കുന്നവരോട് പോലും നമുക്ക് സഹതാപം തോന്നിയേക്കാം. എന്തുകൊണ്ട് ഇവരിങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ ആണിയടിക്കണമെങ്കിൽ, എന്നെ കുത്തി നോവിക്കണമെങ്കിൽ, ഒരു തെറ്റും ചെയ്യാത്തവനെ പോലും ദ്രോഹിക്കാൻ പറ്റുന്ന വിധം ഇവന്റെ ജീവിതം എത്രയോ പലതരത്തിൽ തകർന്ന് പോയിട്ടുണ്ടാകാം. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും അതിനോടൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും ആ വ്യക്തികളെ സ്നേഹിക്കാൻ ബാധ്യത നമുക്കുണ്ട്. അതിന് മനസ്സിലാക്കാൻ പറ്റണം. ഒരുപക്ഷെ ശിഷ്യന്മാരും ഈശോയും വഞ്ചിയിൽ പോകുമ്പം കടലിളകി എല്ലാവരും ഇങ്ങനെ ആടി ഉലയുമ്പോൾ ഈശോ എഴുന്നേറ്റ് പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത്, അവൻ കാറ്റിനെ ശാസിച്ചു, കടലിനോട് പറഞ്ഞു അടങ്ങുക, ശാന്തമാവുക. അതൊരു രസമാണ് ചിന്തിക്കുമ്പോൾ. കാറ്റിനെ ശാസിച്ചു, കടലിനോട് പറഞ്ഞു. കൺമുമ്പിൽ കാണുന്നത് കടലിളകി വരുന്നതാണ്. ദൂരങ്ങൾ കാണാൻ പറ്റാത്ത ഒരാൾക്ക് ഈ കടലിനെയാണ് ശാസിക്കേണ്ടത്. പക്ഷെ ഈശോ ഈ കടലിളകുന്നതിൻ്റെ കാരണമാണ് കാണുന്നത്. കടലിളകുന്നതിന് പിന്നിൽ, കൺമുമ്പിൽ ഇളകുന്ന കടലിന് പിന്നിൽ കാണാൻ കഴിയാത്തൊരു കാറ്റുണ്ട്. ആ കാറ്റിനെയാണ് ശാസിക്കേണ്ടത്. ഈ ഇളകുമെറിയുന്ന കടലിനോട് പറഞ്ഞാൽ മതി, അടങ്ങുക, ശാന്തമാവുക. അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയി അതിനപ്പുറം കാണാനുള്ള ഒരു കൃപ, കാഴ്ച നമുക്ക് വേണം. അങ്ങനെ കാണുന്നതിനാണ് ഈ മനസ്സിലാക്കുക എന്ന് നമ്മൾ പറയും.